നമസ്കാരം. മലയാള സിനിമാ ലോകം ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സ്ത്രീകളുടെ തുടരെയുള്ള തുറന്നുപറച്ചിൽ എന്നിവ പ്രമുഖന്മാരെ വലയ്ക്കുകയാണ്. സിദ്ദീഖ്, മുകേഷ്, ജയസൂര്യ, ബാബുരാജ് തുടങ്ങിയ താരങ്ങൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നടിമാർ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. വിവാദങ്ങളിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നീ താരങ്ങൾ പ്രതികരിക്കാത്തതിൽ വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പ്രശ്നങ്ങൾ മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ലെന്നും അതൊരു പാൻ ഇന്ത്യൻ പ്രശ്നമാണെന്നും നടി ഷക്കീല പറഞ്ഞു. ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത്. മലയാള സിനിമയിലുള്ളതിനേക്കാൾ പ്രശ്നങ്ങൾ തമിഴ് ഇൻഡസ്ട്രിയിലുണ്ട്. തമിഴിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ തെലുങ്കു സിനിമയിലുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഹേമ കമ്മിറ്റി ആവശ്യമാണെന്നും ഷക്കീല അഭിപ്രായപ്പെട്ടു. തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലുമെല്ലാം ഇത് ആവശ്യമാണ് എന്നും നടി കൂട്ടിച്ചേർത്തു. പരാതികളിൽ പോലീസ് കേസുകൾ വന്നു എന്നതിനാൽ ഇനി സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് താൻ കരുതുന്നതെന്നും ഷക്കീല പറഞ്ഞു. മുൻപ് മീടു ആരോപണങ്ങൾ വന്നിരുന്നു. അവ മിക്കതും പരാതികളായി മാറുകയോ പോലീസ് കേസാവുകയോ ചെയ്തില്ല. അതിനാൽ തന്നെ അവ കാര്യമായ ഫലമുണ്ടായില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് ഷക്കീല ചൂണ്ടിക്കാട്ടി. പോലീസ് കേസുകൾ വന്നിട്ടുണ്ട്. ഇത് മാറ്റമുണ്ടാകും. തമിഴ്നാട്ടിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് കരാറിൽ എഴുതുന്നവർ പോലുമുണ്ടെന്നാണ് ഷക്കീല തുറന്നടിച്ചത്. താമസിക്കുന്ന മുറിയുടെ കതകിൽ രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വന്ന് തട്ടുന്ന സംഭവങ്ങൾ ധാരാളം തനിക്കറിയാമെന്നും കൂടെ ഒരു നടിയുടെ അനുഭവവും ഷക്കീല വിവരിച്ചു. തന്റെ മുറിയുടെ എതിർവശത്തുള്ള മുറിയിലാണ് ആ നടിക്ക് റൂം കിട്ടിയത്. അവരുടെ കതകിൽ രാത്രി മുഴുവൻ തട്ടിക്കൊണ്ടിരുന്നു. താൻ വാതിൽ തുറന്ന് നോക്കുമ്പോൾ 4-5 പേർ മദ്യപിച്ച് അവരുടെ വാതിക്കൽ നിൽക്കുന്നു. താനും തൻ്റെ കൂടെയുള്ള സഹോദരനും സുഹൃത്തുക്കളും അവരോട് പോകാൻ പറഞ്ഞപ്പോൾ അടിപിടിയായി. തന്നെയും അവർ അടിച്ചെന്ന് ഷക്കീല പറഞ്ഞു. അമ്മ അസോസിയേഷൻ തനിക്കെതിരെ നിരവധി നീക്കങ്ങൾ നടത്തിയെന്നും ഷക്കീല ആരോപിച്ചു. തൻ്റെ സിനിമകൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് തന്നില്ല. തൻ്റെ സിനിമകളെ നിരോധിക്കാൻ പദ്ധതിയിട്ടു. തന്നെ വെച്ച് പടം ചെയ്യുന്നത് വിലക്കാൻ ശ്രമിച്ചു. അന്ന് ഒരു മുസ്ലിം മന്ത്രിക്ക് തനിക്കെതിരെ പരാതി നൽകി. കേരളത്തിലെ തിയേറ്ററുകൾ കല്യാണ മണ്ഡപമായി മാറിയ കാലത്ത് ഞാനാണ് അവരെ തിരിച്ച് തിയേറ്ററുകളാക്കി മാറ്റിയത്. എൻ്റെ സിനിമകൾ മൂലമാണ് നിങ്ങൾക്ക് നികുതി ലഭിച്ചത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്തരം ആണധികാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് കേരളം തന്നെയാണെന്നും അവർ പറഞ്ഞു. നിലവിൽ കേരളത്തിലെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ, ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിനെതിരെ ഉൾപ്പെടെ ആരോപണം വന്നതോടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് മോഹൻലാൽ ചെയ്തത്. അമ്മ ഭാരവാഹികളിൽ ഒരു കൂട്ടം പേർ ഒന്നിച്ച് രാജിവെച്ചൊഴിഞ്ഞു. ഇത് ഭീരുത്വമാണെന്ന് നടി പാർവതി തിരുവോത്ത് തുറന്നടിച്ചിട്ടുണ്ട്. മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ പൃഥ്വിരാജ് മാത്രമാണ് വിഷയത്തിൽ വ്യക്തമായി പ്രതികരിച്ചത്. മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യത്തിനും പൃഥ്വിരാജ് മറുപടി നൽകി. ഇതിൽ പൃഥ്വിരാജ് എന്താണ് നല്ലത് ചെയ്തത്? ഞാനും നിങ്ങളും ഇക്കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞത് തന്നെയല്ലേ പറയുക. പിന്നെ പൃഥ്വിരാജ് എന്താണ് ചെയ്തത്? അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത് പൊതുവായി മാധ്യമങ്ങളോട് പറയുന്നതാണ്. അതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല. എല്ലാവരും രക്ഷപ്പെടാനാണ് നോക്കുക. അതിൻ്റെ പേരിൽ ഇവർ നല്ലവരാണ്, മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. ഇവരും അത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും വെറുതെ മാധ്യമങ്ങളുടെ മുൻപിൽ സംസാരിച്ചെന്ന് കരുതി പൃഥ്വിരാജ് വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയരുത്. ഒരുപാട് പേരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഈ വിഷയത്തിലല്ല, പൊതുവായാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിൽ ഒരുപാട് പേർ എങ്ങനെയാണെന്ന് എനിക്കറിയാമെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു.